Welcome to MrUnbox and Travel. This is Oppo Reno 10 5G. Reno 10 series le 3 smartphones undu. Idu koodade thanne Reno 10 Pro 5G um Reno 10 Pro Plus 5G namukku available aanu. Ee oru 3 smartphone deyum separate aayittu reethiyil thanne first impression video nammade YouTube channel nammal upload cheyidittunde. Interest ullavarkku ee oru Reno 10 5G koodade mattu videos koodi ningalku തീർച്ചയായിട്ടും കാണാവുന്നതാണ്. Anyway 5-6 ദിവസമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട്ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവോ പോസിറ്റീവോ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ബോക്സിനകത്ത് നമുക്കൊരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് ലഭിക്കുന്നുണ്ട്. 67 വാട്ടിന്റെ സൂപ്പർ വൂക്ക് അഡാപ്റ്ററാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ Type A to Type C ചാർജിങ് കേബിൾ, പിന്നീട് നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള Oppo Reno 10 5G. രണ്ട് കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഐസ് ബ്ലൂ ആണ്, ഇത് കൂടാതെ സിൽവർ ഗ്രേ. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് ഡിസൈൻ ആണ്, കർവ് ആയിട്ടുള്ള പിറകും അതുപോലെ തന്നെ ഡിസ്പ്ലേയും കർവ്ഡ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ടത് ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ്. 7.99 mm ആണ് ബോഡി തിക്നെസ്. 185 gram ആണ് ഇതിൻ്റെ ബോഡി വെയിറ്റ്. ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു ഡ്യുവൽ ടോൺ ക്യാമറ മൊഡ്യൂളാണ് വരുന്നത്, അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ. ഇവിടെ താഴ്വശത്തായിട്ട് ഗ്ലാസും അതുപോലെ ഈ ഒരു ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത് അലൂമിനിയമാണ്. എനിവേ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് വരുന്നത്. മുകൾ വശത്തായിട്ട് സെക്കൻഡറി സ്പീക്കർ, അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ, നോയിസ് ക്യാൻസലേഷൻ മൈക്ക്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കും, മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. പിന്നീടുള്ളത് ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ. ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. Full HD+ ആണ് റെസൊല്യൂഷൻ. ഡ്രാഗൺ ട്രെയിൽ സ്റ്റാർ 2-ൻ്റെതാണ് പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കോർണിംഗ് ഗോറില്ല ഗ്ലാസിനേക്കാളും 20% ഡ്യൂറബിലിറ്റി കൂടിയ ഡിസ്പ്ലേ എന്നാണ് കമ്പനി പറയുന്നത്. 915 nits ആണ് ഇതിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിൽ പോയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 394 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. അതുകൊണ്ട് തന്നെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമുക്ക് ഇതിനെ പരിഗണിക്കാൻ പറ്റുന്നതാണ്. HDR 10+ ഇതിൽ സപ്പോർട്ടാണ്, കാരണം ഇതൊരു 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 240 Hz ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. എനിവേ ഓവറോൾ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കളർഫുൾ ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. MediaTek Dimensity 7050 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6 nm ആണ് ചിപ്സ് സൈസ്. ഒക്ടാകോറിൽ 2.6 GHz ആണ് ക്ലോക്ക് സ്പീഡ്. അതുപോലെ തന്നെ Mali G68 MC4 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് GPU. ഈ ഒരു കുറച്ച് ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് പറയത്തക്ക രീതിയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8GB റാമിൽ 128 ഉം 8GB റാമിൽ 256GB മെമ്മറി വേരിയന്റിലും മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. LPDDR4X ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് റാം ടൈപ്പ് വരുന്നത്. അത് തന്നെ നമുക്ക് അപ് ടു 8GB വരെ റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കും. UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. എനിവേ കണക്ടിവിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ Wi-Fi 6 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 5G ഇതിൽ സപ്പോർട്ടാണ്. ഇത് ഇന്റർനാഷണൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 14ഓളം 5G ബാൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിന്റെ വേർഷൻ വരുന്നത് 5.3 ആണ്. IR ബ്ലാസ്റ്റർ ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. Android 13-ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. കളർവൈസ് വേർഷൻ വരുന്നത് 13.1 ആണ്. ചെറുതായിട്ട് ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതുപോലെ ഇത്രയും ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ വലിയ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. 5000 mAh ബാറ്ററി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 67 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഇതിനൊപ്പം ലഭിക്കുന്നത്. ഏകദേശം 35 മുതൽ 40 മിനിറ്റ് വരെയാണ് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതാണ്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും ഏകദേശം ഒരു ദിവസം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിന് മുകളിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. IP റേറ്റിംഗ് ഒഫീഷ്യലായിട്ട് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ നമുക്ക് ഒഫീഷ്യലായിട്ട് വാട്ടർ റെസിസ്റ്റൻറ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിൽ പരിഗണിക്കാനും പറ്റില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്.
സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൗഡിയാണ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഇപ്പോൾ സ്പീക്കർ ക്വാളിറ്റി വൈസ് സൂപ്പർബ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നു നോക്കാം. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ടും ഫിംഗർ ലോക്ക് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫേസ് ലോക്ക് ഇതിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു ഞാൻ ഇതിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 3/4 മണിക്കൂറിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം പെർഫോമൻസ് തന്നെയാണ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി പറയത്തക്ക രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഇല്ല. ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഗ്രാഫിക് പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ആ ഒരു ക്വാളിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനിക്ക് ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. 3 ക്യാമറയാണ് പിറകിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസ്, 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് വിത്ത് 2x ഒപ്റ്റിക്കൽ സൂം ആണ് വരുന്നത്. മൂന്നാമത്തെ ലെൻസ് എന്ന് പറയുന്നത് 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ്. ഇനി റിയർ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിക്ക സമയത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോ ഔട്ട്പുട്ട് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. കളേഴ്സ് ചില സമയത്ത് അത്ര ആക്യുറസി ആയിട്ട് തോന്നുന്നില്ല. ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് കളേഴ്സിൽ ചില ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഡൈലൈറ്റ് പെർഫോമൻസ് നല്ലതാണ്, HDR പെർഫോമൻസ് നല്ലതാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും അത്ര ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളാണ്. ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് അത്യാവശ്യം ആ ഒരു 2x ഒപ്റ്റിക്കൽ സൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫോട്ടോസ് തന്നെ നമുക്കതിൽ ലഭിക്കുന്നുണ്ട്. ഇനി നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ചില സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. ചില സമയത്ത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസ് നല്ലതാണ്. അതുപോലെ തന്നെ മാക്രോ പെർഫോമൻസും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസും ലഭിക്കുന്നുണ്ട്. ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി സെൽഫിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് മിക്ക സമയത്തും നല്ല ഒരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് മാത്രം ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് നമ്മുടെ ആ ഒരു ഫേസിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വലിയൊരു ഷാർപ്നെസ് നമുക്ക് ഫോട്ടോസ് ലഭിക്കുന്നില്ല. എങ്കിലും നമുക്കതൊരു വലിയൊരു മൈനസ് എന്നുള്ള രീതിയിലൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില ഫോട്ടോസൊക്കെ ഗംഭീരമായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നല്ലതാണ്, HDR ഫോട്ടോസും നല്ലതാണ്. നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ ചില സമയത്ത് നല്ല ക്വാളിറ്റി ഫോട്ടോസ് ലഭിക്കുന്നുണ്ട്. അതേസമയം തന്നെ ചില സമയത്ത് നമുക്കൊരു ഇത്തിരി സോഫ്റ്റ്നെസ് ആയിട്ടുള്ള ഫോട്ടോസാണ് ലഭിക്കുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ക്യാമറ സെഗ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചത്. Reno 10 5Gയിൽ എടുക്കുന്ന വീഡിയോ ഫുട്ടേജ് ആണിത്. 4Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. 4Kയിൽ EAS അല്ലെങ്കിൽ OIS സപ്പോർട്ട് അല്ല. അത്തരത്തിൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി ഉള്ള വീഡിയോ ആണ് എടുക്കാൻ ആഗ്രഹമെങ്കിൽ 1080p 30 അല്ലെങ്കിൽ 60 FPS ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. HDR പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. അതുപോലെ ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ലഭിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ആൻറ്റി ഷേക്ക് മോഡിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഷേക്കും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ വീഡിയോ എടുക്കാനാകുന്നുണ്ട്. അതുപോലെ കളേഴ്സ് ഒരു ഇത്തിരി കോൺട്രാസ്റ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. HDR പെർഫോമൻസ് ഒന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ലഭിക്കുന്നുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8GB പ്ലസ് 256GBക്ക് 1499 ഖത്തർ റിയാലാണ് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 33,000 രൂപയാണ് പ്രൈസ് വരുന്നത്. എനിവേ ഈ ഒരു 5-6 ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഖത്തറിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതാണ്. ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കറും അത്യാവശ്യം നല്ലതാണ്. ബാറ്ററി പെർഫോമൻസും അത്യാവശ്യം നല്ലതാണ്. ക്യാമറ പെർഫോമൻസും വലിയ രീതിയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസത്തെ രീതിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് പറയത്തക്ക രീതിയിലുള്ള നെഗറ്റീവ്സോ കാര്യങ്ങളോ അത്തരത്തിലൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഓവറോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു Oppo Reno 10 5G എന്നത്. എനിവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.